11ാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യം അനുവദിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ജയിൽ മോചിതനായി. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് കർശന ഉപാധികളോടെ രാഹുലിന് ജാമ്യം അനുവദിച്ചത്. ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതടക്കം പ്രഥമ വിവരമൊഴിയിലുള്ള കാര്യങ്ങൾ ഗൌരവതരമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അറസ്റ്റിലായി 18 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിക്കുന്നത്. കർശന ഉപാധികളോടെയാണ് പാലക്കാട് എംഎൽഎക്ക് ജാമ്യം അനുവദിച്ചത്. തെളിവുകൾ നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കരുത്. പരാതിക്കാരിയെ സമൂഹമാധ്യമത്തിലൂടെയോ അല്ലാതെയോ ബന്ധപ്പെടാൻ പാടില്ല. 3 മാസത്തേക്ക് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ സംഘത്തിന് മുമ്പിൽ 10 മണിക്കും 12 മണിക്കും ഇടയിൽ ഹാജരാകണം. 50,000 രൂപയും 2 ആളുകളും ജാമ്യം നിൽക്കണം. എപ്പോൾ ആവശ്യപ്പെട്ടാലും അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തണം എന്നിവയാണ് ജാമ്യ ഉപാധികൾ. നടപടിക്രമങ്ങൾ പാലിച്ചല്ല അറസ്റ്റ് എന്ന രാഹുലിന്റെ വാദം കോടതി അംഗീകരിച്ചു. പീഡനം നടന്ന ശേഷം പരാതിക്കാരി മൊഴി നൽകാൻ 1 വർഷവും 9 മാസവും വൈകിയെന്ന വാദവും കോടതി മുഖവിലക്കെടുത്തു. പരാതിക്കാരി വിദേശത്തായതിനാൽ ജാമ്യം കിട്ടിയാൽ രാഹുൽ ഭീഷണിപ്പെടുത്തുമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതിയിൽ നിലനിന്നില്ല. SIT കസ്റ്റഡിയിൽ വേണ്ടതില്ലെന്നും അതിനാൽ ജാമ്യം അനുവദിക്കുന്നുവെന്നും കോടതി പറഞ്ഞു. കേസിൽ നേരിട്ടുള്ള മറ്റ് സാക്ഷികൾ ഇല്ലാത്തതും കോടതി പരിഗണിച്ചു. വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന പരാതിക്കാരിയുടെ ആക്ഷേപത്തിൽ കോടതി ചില സംശയങ്ങൾ ആരാഞ്ഞു. നിലവിലെ വിവാഹബന്ധം വേർപെടുത്താതെ എങ്ങനെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് കോടതി ചോദിച്ചു. പീഡനം നടന്ന സമയത്തിനു ശേഷവും MLAയുമായി പരാതിക്കാരി സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ജാമ്യ ഉത്തരവിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടി. രാഹുലിനെതിരെയുള്ള ആദ്യ ബലാത്സംഗ കേസിലെ ജാമ്യഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. അതിജീവിതയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതടക്കം പ്രഥമ വിവരമൊഴിയിലുള്ള കാര്യങ്ങൾ ഗൌരവതരമാണെന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പറഞ്ഞു. മാർച്ച് 17 പാലക്കാട് എത്തിയപ്പോൾ രാഹുൽ ബലം പ്രയോഗിച്ചെന്നും കുട്ടി വേണമെന്നാവശ്യപ്പെട്ടത് രാഹുലാണെന്നും FISലുണ്ട്. വാട്സാപ്പ് ചാറ്റുകളും അതിന് തെളിവാണ്. ഗർഭചിത്രത്തിന് അതിജീവിതയ്ക്ക് താൽപര്യമില്ലെന്നറിഞ്ഞിട്ടും വീഡിയോ കോളിൽ വിളിച്ച് ഇക്കാര്യം ആവശ്യപ്പെട്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം വിവാഹിതയായ യുവതിയുമായി ഉഭയസമ്മതപ്രകാരം രാഹുൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൽ നിയമപരമായി എന്താണ് തെറ്റെന്നും ജസ്റ്റിസ് കൌസർ ഇടപകത്ത് ചോദിച്ചു. രാഹുൽ MLAയാണെന്നും സ്വാധീനമുള്ള വ്യക്തിയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പരാതിക്കാരിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇതുവരെ അക്കാര്യത്തിൽ 36 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. വാദം പൂർത്തിയായതോടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വിധി പറയാൻ മാറ്റി. 24 കൊച്ചി, പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.